അസ്സലാമലൈക്കും. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ള ബീഫ് വരട്ടിയതാണ്. പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, കുക്കറിൽ ഒരു അടിപൊളി ബീഫ് വരട്ടിയത് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവർക്കും ഷാലോസ് ഡ്രീമിലേക്ക് സ്വാഗതം. ഇതിനു വേണ്ടി ഞാനൊരു കുക്കർ ഇതുപോലെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1.5 സവോള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അതൊന്നും അടച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഒരു അല്പം ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്കൊരു 11 ചെറിയ ഉള്ളി ഇതുപോലെ തൊലിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. ഞാനൊരു 3/4 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ അളവാണ്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു 4-5 വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഒരു അരക്കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ തക്കാളിയും ഈ ഉള്ളിയും ഇതെല്ലാം ഒന്ന് നന്നായിട്ട് കുക്ക് ചെയ്ത് വന്ന് ഈ വെജിറ്റബിൾസിൽ നിന്നും ഓയിൽ സെപ്പറേറ്റ് ആയിട്ട് ഇതുപോലെ ആകണ വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ ഓയിൽ സെപ്പറേറ്റ് ആകുന്ന സമയത്ത് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ഒരു അല്പം കറിവേപ്പിലും കൂടി ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് പൊടികൾ ചേർക്കാം. ഞാനിതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ മുളക് പൊടി, അതായത് കാശ്മീർ മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് വേണ്ടവർക്ക് നമ്മുടെ സാധാ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് ഞാൻ വേറെ പൊടികൾ ഇട്ടിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഒരു 2 മിനിറ്റ് ഇളക്കി കൊടുത്തതിന് ശേഷം എപ്പോഴും തീ സിമ്മിലിടുക, കരിഞ്ഞു പോകരുത്. ഇനി ഞാനിതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് ഈ മസാലയും ഉള്ളിയും കൂടെ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ വെച്ച് നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ നോക്കിയിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്ത് ഞാൻ ഈ മസാലയെല്ലാം ബീഫിൽ നന്നായിട്ട് പിടിക്കുന്നത് വരെ ഞാനിതൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ഒരു 2-3 മിനിറ്റോളം ഞാനിതൊന്ന് ഇളക്കി കൊടുത്ത് ഈ മസാല എല്ലാ ബീഫിലേക്കും നന്നായിട്ട് പിടിക്കുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ 2 മിനിറ്റ് ഇത് വെച്ചതിന് ശേഷം ഞാൻ കുക്കർ അടച്ച് ഒരു വിസിലടുപ്പിച്ച് ഒരു 20 മിനിറ്റ്സ് വെച്ചതിന് ശേഷം തുറന്നു. അപ്പോൾ നമ്മുടെ ബീഫെല്ലാം കറക്റ്റ് കുക്കായി കിട്ടും. ഏത് ബീഫാണെങ്കിലും നമ്മൾ ഇങ്ങനെ വേവിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റ് കുക്കായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ബീഫ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതിന് മുകളിൽ ഒരു അല്പം മല്ലിച്ചപ്പും കൂടെ ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചപ്പാത്തിൻ്റെ കൂടെയോ റൈസിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ നമുക്ക് സെർവ് ചെയ്യാം. അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ കൊണ്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു.